10ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും നമ്മുടെ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് 67ാമത്തെ പേജിലെ രണ്ടാമത്തെ ചോദ്യമാണ്. 5 സെന്റിമീറ്റർ നീളവും 4 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരം വരയ്ക്കുക. ആ ചോദ്യത്തിന് 2 ഭാഗങ്ങളുണ്ട്. ഇതേ പരപ്പളവും നീളം 6 സെന്റിമീറ്ററുമായ ചതുരം വരയ്ക്കുക. രണ്ടാം ഭാഗം ഇതേ പരപ്പളവുള്ള സമചതുരം വരയ്ക്കുക. അപ്പോൾ ഈ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. രണ്ടാം ഭാഗം പിന്നീടുള്ള വീഡിയോയിൽ സാറ് കൃത്യമായി പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ആദ്യ ഭാഗം എന്ന് പറഞ്ഞാൽ ആദ്യം 5 സെന്റിമീറ്റർ നീളവും 4 സെന്റിമീറ്റർ വീതിയുമുള്ള ചതുരം വരയ്ക്കുന്നു. ഇതേ പരപ്പളവും 6 സെന്റിമീറ്ററുമായ മറ്റൊരു ചതുരം വരയ്ക്കുക. അപ്പോൾ വീഡിയോയിൽ സാറ് വരയ്ക്കുന്നതിൽ ചെറിയൊരു മാറ്റമുണ്ട്. നമ്മളിപ്പോൾ വരച്ചിരിക്കുന്നതനുസരിച്ച് വരച്ചു വെച്ചിട്ടുള്ളൊരു വീഡിയോ അനുസരിച്ച് 5 സെന്റിമീറ്റർ നീളവും 3 സെന്റിമീറ്റർ വീതിയുമാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ സാറ് കാണിക്കുന്നത്. നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് 3 പകരം 4 വരയ്ക്കാം. മനസ്സിലാക്കി അങ്ങനെ വരയ്ക്കാം. കാരണം ഇവിടെ 3 സെന്റിമീറ്റർ വരുന്ന ഒരു വീഡിയോ ആണ് നിർമ്മിച്ചിട്ടുള്ളത്. 5 സെന്റിമീറ്റർ നീളവും 3 സെന്റിമീറ്റർ വീതിയുമുള്ള ചതുരമാണ് ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ നിങ്ങളത് കണ്ടതിന് ശേഷം അതിനനുസരിച്ച് മാറ്റി എങ്ങനെ വരയ്ക്കണമെന്നുള്ള ആശയം മനസ്സിലാക്കി ചെയ്യാം. പിന്നെ ഇതേ പരപ്പളവും നീളം 6 സെന്റിമീറ്ററുമായ ചതുരം വരയ്ക്കുക. ഇതാണ് നമ്മുടെ ചോദ്യം. നമുക്കിനി എങ്ങനെയാണ് ഈ ചിത്രം വരയ്ക്കുന്നത് എന്ന് ഉത്തരത്തിലേക്ക് പോകാം. ആ നിർമ്മിതിയിലേക്കൊന്ന് കിടക്കാം. ഇവിടെ സാറ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് 5 സെന്റിമീറ്റർ നീളവും 3 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരം വരയ്ക്കുക. അപ്പോൾ ആ 3 എന്നുള്ളതിന് പകരം 4 നിങ്ങൾ വരച്ചാൽ മതി. വരയ്ക്കുന്ന തത്വം എല്ലാം ഒന്ന് തന്നെ. ഇതേ പരപ്പളവും നീളം 6 സെന്റിമീറ്ററുമായ ചതുരം വരയ്ക്കുക എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മളെങ്ങനെയാണ് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ശ്രദ്ധിക്കൂ. ആദ്യം നമ്മൾ ചെയ്യുന്നത് സ്കെയിൽ എടുത്തതിന് ശേഷം അഞ്ച് സെന്റിമീറ്റർ നീളത്തിൽ സ്കെയിലിൽ 5 സെന്റിമീറ്റർ നീളത്തിൽ AB വരയ്ക്കുകയാണ് നമ്മൾ ആദ്യ പടിയായി ചെയ്യുന്നത്. 5 സെന്റിമീറ്റർ നീളത്തിൽ AB വരയ്ക്കുന്നു. സ്കെയിൽ എടുക്കുക. 5 സെന്റിമീറ്റർ നീളത്തിൽ AB വരയ്ക്കുന്നു. അതിനുശേഷം ബിയിൽ നമ്മുടെ പ്രൊട്രാക്ടർ അല്ലെങ്കിൽ കോൺമാപിന് വെച്ച് 90 ഡിഗ്രി വരുന്ന ഒരു വര നീട്ടി വരയ്ക്കുന്നു. ഈ വരയിൽ ചതുരത്തിൻ്റെ വീതിയായ 3 സെന്റിമീറ്റർ അടയാളപ്പെടുത്തണം. ഒരു കോമ്പസ് എടുത്ത് ലംബം വരച്ചതിന് ശേഷം ഈ ലംബത്തിൽ നമ്മുടെ കോമ്പസിൽ ഒരു 3 സെന്റിമീറ്റർ എടുത്തതിന് ശേഷം 3 സെന്റിമീറ്റർ കോമ്പസിലെടുത്ത് ബിയിൽ ഒരു ചാപം വരയ്ക്കുക. ഈ ലംബത്തിൽ ഇതേ 3 സെന്റിമീറ്റർ കോമ്പസിലെടുത്തതിന് ശേഷം എയിൽ കുത്തിയിട്ട് മറ്റൊരു ചാപം കൂടി മുകളിൽ വരയ്ക്കുക. വീണ്ടും കോമ്പസിൽ 5 സെന്റിമീറ്റർ എടുക്കുക. കാരണം നീളം 5 സെന്റിമീറ്റർ ആണ്. 5 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്തതിന് ശേഷം സിയിൽ നിന്നും ഒരു ചാപം വരച്ച് മുൻപ് നമ്മൾ എയിൽ വരച്ച ചാപത്തിനെ മുറിക്കുക. അതിനുശേഷം അതാണ് നമ്മുടെ 4ാമത്തെ ചതുരത്തിന് 4ാമത്തെ ബിന്ദുവായ ഡി. എയിൽ നിന്ന് ഡിയിലേക്കും സിയിൽ നിന്ന് ഡിയിലേക്കും വരയ്ക്കുക. ചതുരം പൂർത്തിയായി. ABCD. ഇത്തരത്തിൽ ചതുരം പൂർത്തിയാക്കി നമ്മൾ ആദ്യ പടി മുഴുവനായി. അതിനുശേഷം AB എന്ന വരയെ വലത്തോട്ട് നീട്ടി വരയ്ക്കുക. അതായത് ചതുരത്തിൻ്റെ വീതിക്ക് തുല്യ അളവിൽ നീട്ടി വരയ്ക്കുക. 3 സെന്റിമീറ്റർ നമ്മൾ കോമ്പസിലെടുത്തതിന് ശേഷം ഈ നീട്ടി വരച്ച വരയിൽ 3 സെന്റിമീറ്റർ ഒന്ന് അടയാളപ്പെടുത്തിയിടുക. വീതി ഒന്ന് ഈ നീട്ടി വരച്ച വരയിൽ വീതി ഒന്ന് അടയാളപ്പെടുത്തി വയ്ക്കുക. അതായത് BC 3 സെന്റിമീറ്റർ തന്നെയാണ് BE. അതിനുശേഷം നമ്മുടെ CB എന്ന വരയെ താഴേക്ക് നീട്ടി വരയ്ക്കുക. ഈ നീട്ടി വരച്ച വരയിൽ നമ്മുടെ പുതിയ ചതുരത്തിന് നീളമായ 6 സെന്റിമീറ്റർ കോമ്പസിലെടുത്ത് ബിയിൽ കുത്തി 3 സെന്റിമീറ്റർ എവിടെയാണോ വരുന്നത് അവിടെ ഒരു ചാപം അടയാളപ്പെടുത്തുക. പിയിൽ നിന്ന് എയിലേക്കും
പിയിൽ നിന്ന് ഇയിലേക്കും യോജിപ്പിക്കുക. ഒരു ത്രികോണം പൂർത്തിയായി. ഈ ത്രികോണത്തിന്റെ പരിവൃത്തം നമുക്ക് വരയ്ക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി പി എയുടെ ലംബ സമഭാജി വരയ്ക്കുക. പകുതിയിൽ കൂടുതൽ ആരമെടുത്ത് പിയിൽ വെച്ച് ഒരു ചാപം വരയ്ക്കുക. എയിൽ വെച്ച് അതിനെ മുറിക്കുക. ഈ രണ്ട് ചാപങ്ങളും പരസ്പരം മുറിക്കുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് പി എയുടെ ലംബ സമഭാജി വരയ്ക്കുക. ഇതുപോലെ തന്നെ പി ഇയുടെയും ലംബ സമഭാജി വരയ്ക്കുക. പിയിൽ കുത്തിയിട്ട് ഒരു ചാപം വരയ്ക്കുക. പകുതിയിൽ കൂടുതൽ ആരമെടുത്ത് ഇയിൽ കുത്തിയിട്ട് അതേ ആരത്തിൽ മറ്റൊരു ചാപം വരച്ച് നേരത്തെ വരച്ച ചാപത്തിനെ മുറിക്കുന്നു. ഈ മുറിച്ച് കിട്ടുന്ന ബിന്ദുക്കളെ യോജിപ്പിച്ച് പി ഇയുടെ ലംബ സമഭാജി വരയ്ക്കുന്നു. ഈ രണ്ട് ലംബ സമഭാജികൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവിന് എം എന്ന് കൊടുത്തു. എം എ ആരമായി ഒരു വൃത്തം പൂർത്തിയാക്കുക. ഈ വൃത്തം നേരത്തെ നമ്മൾ വരച്ച ചതുരത്തിനെ എന്നിൽ മുറിക്കുന്നു. പുതിയ ചതുരത്തിന്റെ ഉയരമാണ് ബി എൻ. ബി എൻ എന്നുള്ള അളവ് ബിയിൽ നിന്നും കോമ്പസിലെടുത്ത് ബി എൻ എടുത്ത് അതിന് തുല്യമായ അളവ് നേരത്തെ വരച്ച ബി ഇയിൽ അടയാളപ്പെടുത്തി അതിന് 6 എന്ന് കൊടുത്തു. ഇതേ അളവ് എടുത്ത് പിയിൽ നിന്നും, അതായത് ബി മുതൽ 6 വരെയുള്ള അതേ അളവെടുത്ത് പിയിൽ നിന്നും ഒരു ചാപം വരയ്ക്കുന്നു. ബി പി എന്നുള്ള നീളം കോമ്പസിലെടുത്ത് അതേ അളവ് 6 നിന്നെടുത്ത് നേരത്തെ വരച്ച ചാപത്തിനെ മുറിക്കുന്നു. ക്യൂ കിട്ടുന്നു. 6 നിന്ന് ക്യൂവിലേക്കും പിയിൽ നിന്നും ക്യൂവിലേക്കും യോജിപ്പിച്ച് ചതുരം പൂർത്തിയാക്കുന്നു. ഇതാണ് നമുക്ക് വേണ്ട രണ്ടാമത്തെ ചതുരം. അതിൻ്റെ നീളം 6 സെന്റിമീറ്റർ ആണ്. നമ്മുടെ ഈ പുസ്തകത്തിലെ ചോദ്യത്തിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമാണ് സാറ് നിർമ്മിച്ച ഈ വീഡിയോയിലുള്ളത്. അത്